സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ഫാത്തിമാനെ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫാത്തിമാനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, എന്റെ മകള് ഫാത്തിമാനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ എന്ന് മക്കൾക്ക് പേരിടുന്ന, പെൺകുട്ടികൾക്ക് പേരിടുന്ന എത്ര പേരാവുള്ളത്? നമ്മളിൽ പലർക്കും ഫാത്തിമ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം തന്നെ അറിയില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നരകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവളാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, നിങ്ങളുടെ ആൺകുട്ടികൾക്ക് നിങ്ങൾ പേരിടുമ്പോൾ മുഹമ്മദ് എന്ന് ചേർത്തിടുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ചേർത്തിടുക മുഹമ്മദ്. പെൺകുട്ടികൾക്ക് പേരിടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടം, ഫാത്തിമത്തു ഖിത്അത്തു മിൻ കബദി, എന്റെ കരളിന്റെ കഷ്ടമെന്ന് മുത്തുനബി വിശേഷിപ്പിച്ച സ്വർഗത്തിന്റെ റാണിയാണ്, പെണ്ണുങ്ങളുടെ നേതാവായ ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേരിടണമെന്ന് ആ മുത്തുനബി പഠിപ്പിച്ച്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേരായിടുക? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ, ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ പൊന്നാര മകന് മുഹമ്മദ് എന്ന് പേരിട്ടാൽ അവൻ നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സലാത്ത് പറയാൻ തന്നെ വയ്യ, നമുക്ക് നബിദിനം പറയണ സലാത്ത് പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, തന്റെ മക്കൾക്ക് പേരിടുമ്പോൾ മുഹമ്മദ് എന്ന് പേരിട്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പേരിടുമ്പോൾ മുഹമ്മദ് എന്ന് ചേർത്തിട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ചേർത്തിടാൻ പറഞ്ഞല്ലോ. മക്കൾക്ക് ഫാത്തിമ എന്ന് നമ്മൾ പേരിടുമ്പോൾ എങ്ങനെയാ, നമ്മളതൊന്നും നോക്കാറില്ല. നമ്മൾ ഇന്ന് പേരിടുന്ന സമയത്ത്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 2 പെൺകുട്ടികളുടെ പേരും 2 ആൺകുട്ടികളുടെ പേരും നേരത്തെ കാലത്തെ കണ്ടുവച്ചിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല നല്ല പേരുകൾ നമ്മുടെ മക്കൾക്ക് ഇടാൻ കഴിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്, പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ല എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കൂട്ടത്തിൽ അബ്ദുല്ല ആരും ഇല്ല, ഇല്ലപ്പ ഷാജിക്ക? നമ്മുടെ കൂട്ടത്തിൽ അബ്ദുല്ല ആരും ഇല്ലല്ലോ. അപ്പൊ അബ്ദുല്ല എന്ന് പേരിടണം. അബ്ദുർ റഹ്മാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേരാണ് അബ്ദുർ റഹ്മാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മക്കൾക്ക് പേരിടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ, എത്രയോ പേരുകൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കാണാം. അർത്ഥമൊന്നും നോക്കണ്ട, ഖുർആനിൽ പേരുണ്ടോ ധൈര്യമായിട്ട് മക്കൾക്കിട്. പെൺകുട്ടികൾ അള്ളാഹു തന്ന നിധിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണോ കിട്ടിയത്, അവർ രക്ഷപ്പെട്ടെന്ന. നമ്മുടെ ഭാര്യ ആദ്യം പ്രസവിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ അള്ളാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെൺമക്കൾക്ക് ഫാത്തിമ എന്ന് പേരിടണം. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഫാത്തിമ എന്ന് നമ്മുടെ മക്കൾക്ക് പേരിട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പൊന്നാര മകളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അത് എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാണ്. ഫാത്തിമാനെ നിങ്ങൾ ആരെങ്കിലും വെറുത്താൽ അത് എന്നെ വെറുക്കുന്നത് പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഫാത്തിമ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളുണ്ടല്ലോ, നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവേ, പരലോകത്ത് നിൽക്കുന്നവർ മുഴുവനും കണ്ണടയ്ക്കുകയാണ്, ഒന്ന് കണ്ണ് ചിമ്മുകയാണ്. കാരണം ഫാത്തിമ ബീവി സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകള് സ്വർഗത്തിന്റെ റാണിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾക്ക് ഇത്രയും വലിയ മഹത്വം കിട്ടാനുള്ള കാരണമെന്താ? നമ്മുടെ ഭാര്യമാര്, നമ്മുടെ പെൺമക്കള്, നമ്മുടെ സഹോദരിമാര്, അവർക്കും നാളെ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകണമല്ലോ. അവരും നാളെ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകണമല്ലോ. ആഗ്രഹമുണ്ടോ നമുക്ക് നമ്മുടെ ഭാര്യമാര് സ്വർഗത്തിൽ പോകണമെന്ന്, നമ്മുടെ പെൺമക്കള് സ്വർഗത്തിൽ പോകണമെന്ന്, നമ്മുടെ സഹോദരിമാര് സ്വർഗത്തിൽ പോകണമെന്ന്, നമ്മുടെ കുടുംബക്കാര് സ്വർഗത്തിൽ പോകണം
കഴിയണമെന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക്, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് അതാ ഒരു പെണ്ണ് കടന്നു ചെല്ലുകയാണ്. ഖീല ലഹാ ഉദ്ഖുലുൽ ജന്നത മിൻ അബ്വാബിൽ ജന്ന. നാളെ ഒരു പെണ്ണിന് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിന് 4 നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെണ്ണിന് 4 നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അവൾക്ക് നാളെ സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിൽ കടക്കാമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മാത്രമല്ല, ഇനിയിപ്പോ എന്റെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ കൂടപ്പുറപ്പുകൾ, നമ്മുടെ കുടുംബക്കാർ, പെണ്ണുങ്ങൾക്ക് നാളെ സ്വർഗത്തിലേക്ക് ഒരു പെണ്ണ്, 4 ഗുണങ്ങളുള്ള ഒരു പെണ്ണ്, 4 നല്ല കാര്യം ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പെണ്ണ് നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ടിരിക്കും. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ടിരിക്കും. ഏതിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ സഹോദരിമാർ, അള്ളാഹു അവർക്ക് അതിനുള്ള ഭാഗ്യം, നമുക്കും അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ 4 നല്ല ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്താ? 4 നല്ല ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ. മുത്തുനബി പറയുന്ന നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടന്നു പോകാം. ആ പെണ്ണിന് വേണ്ട 4 ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? 5 വഖത്ത് നമസ്കരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഏത് പെണ്ണാണോ കൃത്യമായി നമസ്കരിക്കുന്നത് ആ പെണ്ണിന് നാളെ സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ പൊന്നാര മകളുടെ ചരിത്രം വായിച്ചു നോക്കൂ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾക്ക് ഇത്രയും വലിയ മഹത്വം കിട്ടാൻ, ഇത്രയും വലിയ ഒരു സ്ഥാനം കിട്ടാൻ അതിനുള്ള കാരണം എന്തെന്നറിയുമോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ 5 വഖത്ത് ഫർള് നമസ്കരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് 5 വഖത്ത് ഫർള് നമസ്കരിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം എന്നാണ്. സന്തോഷങ്ങൾ അധികമാകുമ്പോഴാണ് നമ്മൾ പലതും മറന്നു പോകുന്നത്. ഒരു പെണ്ണ് ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നവളാണ്. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ, ഏറ്റവും വലിയ സന്തോഷമുള്ള ദിനമെന്താണ്? ഒരു പെണ്ണിന്റെ വിവാഹത്തിന്റെ ദിവസമാണ്. ഒരു പെണ്ണിന്റെ വിവാഹത്തിന്റെ ദിവസമാണ്. അന്നാണല്ലോ പലതും മറന്നു പോകുന്നത്. അന്ന് ഫർള് പോലും നിസ്കരിക്കാൻ മറന്നു പോകുന്ന പെണ്ണുങ്ങളുണ്ട്. എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പഠിക്കണം പെങ്ങളെ. ഫാത്തിമ ബീബിയുടെ ചരിത്രം പഠിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമകളെ വിവാഹം കഴിച്ചു കൊടുത്തത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. പാവപ്പെട്ടവനായ അലിയാർ തങ്ങൾക്കാണ് തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളും ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് 2 പേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. ഫാത്തിമ ബീവിയുടെ ആദിരാത്രിയാണ്. ഏതൊരു പെണ്ണിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം കാണുന്ന, ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിനമാണ് ആദിരാത്രി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട്, അലിയാർ തങ്ങളെന്ന പുതിയ പളയായ ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു. 2 പേരും വലിയ സന്തോഷത്തിലാണ്. കാരണം പടച്ചവനെ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയാണ്. അവരുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രിയാണ്.
രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് കയറി. അലിയാർ തങ്ങളുടെ വീട്ടിലെ റൂമിന്റെ അകത്ത് കയറി. പടച്ചവനെ, രണ്ടുപേർക്കും വലിയ സന്തോഷമാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്നു. അലിയാർ തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, ഈ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശമല്ലാതെ ഇനി മറ്റൊന്നുമില്ലല്ലോ. അവസാനം പടച്ചവനെ, പുതിയാപ്പള മണിയറയ്ക്കകത്തിരുന്നു കൊണ്ട് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചം അങ്ങണയ്ക്കുകയാണ്. ആ വിളക്കങ്ങണയ്ക്കുകയാണ്. വീടിന്റെ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുളായി. ആ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നു. ഇരുട്ട് വന്നപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകൾ മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്ത് പറ്റി ഫാത്തിമ, നീ എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഞാനൊരു പാവപ്പെട്ടവനായത് ഓർത്തിട്ടാണോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കുമ്പോ അലിയാർ തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലിയേ, ഈ മണിയറയ്ക്കകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കങ്ങണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതെന്നറിയുമോ? 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ. എന്നെ ഒരു ദിവസം 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് ജന്നത്തുൽ ബഖീൽ 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പിടിമണ്ണ് വാരി എറിഞ്ഞ് എല്ലാവരും എന്നെ കുഴിച്ചിട്ടിട്ട് പോകുന്ന ദിവസം അതിനകത്ത് ഇതിനേക്കാളും വലിയ ഇരുളാണല്ലോ. അതിനകത്തൊരു വെളിച്ചമില്ലല്ലോ. അല്ലാഹുവേ, എനിക്ക് ഖബർ ഓർമ്മ വന്നു, ഖബറിന്റെ ഇരുൾ ഓർമ്മ വന്നു. അത് ഓർത്തിട്ടാണ് കരയുന്നതെന്ന് പുതിയാപ്പളയോട് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ച സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോടെ മണിയറയ്ക്കകത്ത് കയറി വന്ന അലിയാർ തങ്ങളോ അല്ലാഹുവേ കരയുകയാണ്. പുതിയാപ്പളയോട് പലവാട്ടി പറഞ്ഞു കൊടുത്തത് ഖബറിനെ കുറിച്ചാ, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചാ, ഖബറിന്റെ ഇരുളിനെ കുറിച്ചാ, ഖബറിലെ അദാബുകളെ കുറിച്ചാ, ഖബറിന്റെ അകത്തെ തീയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ, ഇന്ന് രാത്രി നമുക്ക് രണ്ടുപേർക്കും നിസ്കരിക്കാം. അല്ലാഹുവിനെ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കാം. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് തൗബ ചെയ്യാം. എന്റെ പ്രിയമുള്ളവരെ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി പുതുമണവാട്ടിയും മണവാളനും കൂടെ മണിയറയ്ക്കകത്ത് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ. ഫർളല്ല നിസ്കരിച്ചത്, സുന്നത്ത് നമസ്കാരമാണ്. വെളുപ്പാങ്കാലത്ത് സുബഹിയുടെ ബാങ്ക് വിളി കേൾക്കുന്നത് വരെ പുതിയാപ്പളയും പുതിയ പെണ്ണും കൂടെ മണിയറയ്ക്കകത്തിരുന്ന് നമസ്കരിക്കുകയാണ്. രണ്ടുപേരും അതിനകത്തിരുന്ന് നിസ്കരിച്ചു. സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അലിയാർ തങ്ങൾ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ പോയി. അങ്ങനെ 1ാമത്തെ ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസം പടച്ചവനെ വൈകുന്നേരമായി. അലിയാർ തങ്ങൾ മണിയറയ്ക്കകത്ത് കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾ അന്നും മുസല്ല വിരിച്ചിട്ട് നിസ്കാരവാ. കല്യാണം കഴിഞ്ഞു. പുതിയാപ്പളയും പുതിയ പെണ്ണും. നമുക്ക് ഓർമ്മ ഒരു നിസ്കാരത്തിന്റെ കാര്യം, ഫറലൊക്കെ പോകട്ടെ, സുന്നത്തിന്റെ കാര്യം ഇവിടെ ഫറൽ തന്നെ ഓർക്കണില്ല. വിവാഹം കഴിഞ്ഞ് 1ാമത്തെ രാത്രി ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്ത് ചെന്നപ്പോ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച് നിസ്കരിക്കാൻ. ഭാര്യയും ഭർത്താവും കൂടെ മുസല്ല വിരിച്ചിട്ട് വെളുപ്പാങ്കാലം വരെ ഇരുന്ന് നിസ്കരിച്ചു. നമ്മളോ പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് പുതിയ പെണ്ണും പുതിയാപ്പളയും കൂടെ മണിയറയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് ചോദിക്കും, നിനക്ക് വല്ല കാമുകൻ ഉണ്ടായിരുന്നോ? നീ അവന്റെങ്കിലും കൂടെ കറങ്ങാൻ പോയിരുന്നോ? എനിക്ക് 5 എണ്ണം ഉണ്ടായിരുന്നു, 10 എണ്ണം ഉണ്ടായിരുന്നു. ഇതാ ചർച്ച. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ എല്ലാം കൂടെ എല്ലാവരും കല്യാണത്തിന് കിട്ടിയ സമ്മാന പൊതി പൊട്ടിയിൽ ഇതൊക്കെയാ. എന്നാൽ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളും അലിയാർ തങ്ങളും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ 1ാമത്തെ രാത്രി മുഴുവൻ നിസ്കരിച്ചു. 2ാമത്തെ ദിവസം ഇശാ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നു. രണ്ടുപേരും അന്നത്തെ ദിവസവും നിസ്കാരം. എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിയായി എഴുന്നേറ്റ് പള്ളിയിൽ പോയി. 3ാമത്തെ ദിവസം വൈകുന്നേരം ഇശാ കഴിഞ്ഞു. അന്നും വീട്ടിൽ വന്നിട്ട് ഫാത്തിമ ബീവിയും റസൂലുള്ളാഹിയുടെ പൊന്നാര മകളും അലിയാർ തങ്ങളും മണിയറയ്ക്കകത്ത് നിസ്കാരം തന്നെ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സുന്നത്ത് നമസ്കാരങ്ങളോട് കാണിച്ചിരുന്ന ആ ഒരു മഹബത്ത്. സാധാരണ കല്യാണത്തിന്റെ സന്തോഷമുണ്ടാകുന്ന ദിനങ്ങളിൽ ഫറദ് ബാക്കിയുള്ള സുന്നത്തുകളൊന്നും നമ്മൾ നിസ്കരിക്കാറില്ല, മറന്നുപോകും. പക്ഷേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം നിസ്കാരം തന്നെ. 4-ാമത്തെ ദിവസം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം അറിഞ്ഞു. അള്ളാന്റെ റസൂല് 4-ാമത്തെ ദിവസം വൈകുന്നേരമായപ്പം, വൈകിട്ട് രാത്രി, അള്ളാന്റെ റസൂല് പൊന്നാര മകളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കടന്നു വന്നിട്ട് രണ്ടുപേരോടും പറഞ്ഞു, ഇന്നിനി നിസ്കാരമൊന്നും വേണ്ട. തന്റെ പൊന്നാര മകളെ വിളിച്ചു ഉപദേശിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബിക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, 2 എണ്ണവും കിടന്നുറങ്ങിക്കോ, ഇനി നിസ്കരിക്കണ്ട. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മളാണെങ്കിലും ഒന്ന് ആലോചിക്കും. അള്ളാഹുവിന്റെ